ഹായ് ഫ്രണ്ട്സ്, ഹിറ്റ്സ് ആസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം വേറെ എവിടെയുമല്ല, നമ്മുടെ ശബരിമലയൊക്കെ പോലെ തന്നെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്തുള്ള ത്രിവേണി സംഗമത്തിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. ഇവിടെ കാര്യം പറഞ്ഞാൽ നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കാണാം, അവിടെ നമ്മുടെ യോഗിനാഥിൻ്റെയും പിന്നെ മോദിജിയുടെയൊക്കെ പോസ്റ്ററൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സന്യാസിമാരുടെയൊക്കെ പിക്ചറുകളും അവരുടെയൊക്കെ വിവരണങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കാര്യം പറഞ്ഞാൽ ഇവിടെ വരെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാര്യം എനിക്ക് ആ ഭാഗ്യമില്ല. എൻ്റെ ചേട്ടന് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോകാറുള്ള മനുഷ്യനാണ്. മൂപ്പർക്ക് നല്ല ഭാഗ്യമുണ്ട്. മൂപ്പര് കുട്ടികളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂപ്പരാണ് എനിക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്തതും അതിൻ്റെ വിവരണങ്ങളൊക്കെ പറഞ്ഞു തന്നതും. കാര്യം അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. നമുക്ക് കണ്ടാലറിയാം, നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ ആളുകൾ, ഒരുപാട് വിശ്വാസികൾ, അവരുടെ ആ ഒരു നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അവർ ശുദ്ധിയായിട്ട് പോകുന്നതാണ്. അതായത് വിവസ്ത്രരായിട്ട് നദിയിലിറങ്ങി മുങ്ങി കുളിച്ച് കയറി പോവുകയാണ്. പിന്നെ പ്രയാഗ കുംഭമേള അഥവാ മഹാകുംഭമേള, അതെന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ചെയ്തത്. പിന്നെ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ്. നമ്മുടെ കുംഭമേളയുടെ തുടർച്ചയായിട്ടുള്ള ആവർത്തനമാണിത്. ഇതിപ്പം ജനുവരി 13 തുടങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി 26 വരെ ഉണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഉള്ള ത്രിവേണി സംഗമത്തിലാണ്. കുംഭമേള ശരിക്കും പറഞ്ഞാൽ യുഗങ്ങളായിട്ട് സംഘടിപ്പിച്ചു വരുന്നതായിട്ടാണ് ഐതിഹ്യം. അതായത് 144 വർഷത്തെ ചക്രം. ഈ വർഷത്തെ കുംഭമേള ശരിക്കും ഒരുപാട് സ്പെഷ്യലാണ്. 144 വർഷത്തിലൊരിക്കൽ നക്ഷത്ര സമൂഹ വിന്യാസം കാണുന്നതിനാൽ അതിൻ്റെ സവിശേഷതകൾ ഒരുപാട് വർദ്ധിക്കുകയാണ്. ആളുകളുടെ തിരക്കും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പതിവിലും കൂടുതലാണ് ഈ വർഷം. നമ്മുടെ ഇന്ത്യയിൽ കുംഭമേള ശരിക്കും 12 വർഷത്തിൽ 4 തവണ മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത്. കുംഭമേളയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. മേളസ്ഥലം 4 പുണ്യനദികളുടെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യം പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അതായത് ഒരു മഹാകുംഭമാണോ അതോ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണകുംഭമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. എന്തായാലും മൂപ്പർ പറഞ്ഞു വെച്ചിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ക്ഷേത്രത്തിന് പരിസരമൊക്കെ കാണാം. ആ പഴയ കൺസ്ട്രക്ഷനൊക്കെ കാണാം. അത് പക്ഷേ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. വെൽ മെയിൻറ്റെയിൻ ആണ്. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൂടെ നമ്മുടെ ഗംഗാ നദിയുടെ തീരത്ത്, ക്ഷിപ്ര നദിയുടെ തീരത്ത്, പിന്നെ ഗോദാവരി നദിയുടെ തീരത്ത്, പിന്നെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.